പറഞ്ഞോ. ഡോക്ടറെ, എൻ്റെ പേര് അഭിരാമ. ഞാനിവിടെ ചെറുവത്തൂര് തിമിരിയിലാണ് താമസം. ഞാനിപ്പോൾ +2 കഴിഞ്ഞ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് പയ്യന്നൂര് കഴിഞ്ഞാട്. ഞാൻ പയ്യന്നൂർക്കാരനാ. ഞാൻ വീഡിയോയിൽ കണ്ടിന്. ഓക്കെ, ഞാൻ പഠിച്ചത് പയ്യന്നൂരാ. പയ്യന്നൂർ കോളേജ്. അതെ. എവിടെ പഠിച്ചത് മോൻ? ഞാൻ ചീമേനി. ചീമേനി. ഓക്കെ. ഞാനിപ്പം ടീമിൻ്റെ ഇപ്പം പോവാൻ നിൽക്കുകയാണ്. ഓക്കെ. അഡ്മിഷന്. അപ്പോൾ എനിക്ക് എന്തായാലും ഇനി ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ മറ്റേ റിപ്പീറ്റിന് 1 മാസം റിപ്പീറ്റിന്റെ സെന്ററിൽ പോയിട്ട് ആടുന്ന് എനിക്ക് എങ്ങനെ ശരിയാവാത്തതുകൊണ്ട് തിരിച്ചു വരെ ചെയ്ത് വീട്ടിലേക്ക്. നന്നായി. അത് എന്ന് പറഞ്ഞാൽ ഞാൻ സാർ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ടാ? ചെയ്യാം. അല്ല, റെക്കോർഡ് ചെയ്യാനായിട്ട് മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ സൈലത്തിന്റെ ഹോസ്റ്റലിലാണ് ഉണ്ടായിന് കോഴിക്കോട്. അവിടെ ഹോസ്റ്റലിന്റെ അവസ്ഥ പറഞ്ഞാല് പിള്ളേർ ചീട്ട് കളി, ഫോൺ ഒളിപ്പിച്ച് വെച്ച് സിനിമ കാണല്. അതൊക്കെ എപ്പോഴും എല്ലായിടത്തും അറിയുന്നത് തന്നെ മോനെ. ഞാൻ കുറേ പോയിട്ടുള്ളതല്ലേ, ഇങ്ങനെ പല സ്ഥലത്തും എന്നെ വിളിക്കാറുണ്ട് ക്ലാസ്സിന്. പിന്നെ ഞാൻ നിർത്തിയതായി പണി. പല കോച്ചിങ് സെന്ററിലും വിളിക്കാറുണ്ടായിരുന്നു. രാത്രി 1 മണിക്കും 12 മണിക്കൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് കോഴിക്കോടൊക്കെ ഉള്ള സ്ഥലത്ത്. അങ്ങനെയല്ല, എനിക്ക് മടുത്തിട്ട് ഞാൻ തിരിച്ചു വരെ ചെയ്തു. ഇത് റെക്കോർഡ് ചെയ്യണം, ഇടണം എന്നാണോ പറയുന്നത്, ഇടേണ്ടതാണോ? റെക്കോർഡ് ചെയ്തിടാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നീ സൈലത്തുമായിട്ട് അഗ്രിമെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല, അഗ്രിമെന്റ് ഒന്നുമില്ല. പിന്നെന്താ, പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയുന്ന സംഭവം. സൈലം മാത്രമൊന്നുമല്ല, എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഞാൻ പറയാറുള്ളത്. കാരണം അവിടെ വരുന്ന പലരും താല്പര്യത്തിന് വരുന്നൊന്നുമല്ല. അതെ, കിട്ടാത്തതുകൊണ്ടും പിന്നെ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടാവും, 1 കൊല്ലം കൂടി കിട്ടി നോക്കിയാൽ കിട്ടണമെന്നാലിക്കും. പിന്നെ അവരൊക്കെ വിചാരം ലാസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും, അങ്ങനെയൊക്കെ ധരിച്ച് ഉഴപ്പുന്നവർ കുറേ പേരുണ്ടാവും. പിന്നെ കുറേ കാശുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊരു കുറച്ചും കൂടി ഒരു മാറ്റം കിട്ടി അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും എബ്രോഡിൽ ട്രൈ ചെയ്യുന്നവരുണ്ടാവും, അടുത്ത ജാനുവരിയിൽ എബ്രോഡിൽ ട്രൈ ചെയ്യുന്നവരുണ്ടാവും. അതിനിടയിലുള്ളൊരു ഗ്യാപ്പാണ് ഈ പരിപാടി. അതൊക്കെ നമുക്കറിയാം. ഒരുപാട് ആൾക്കാർ അങ്ങനെ വന്നിട്ടില്ലേ? അതെ. അപ്പൊ എനിക്ക് എന്തായാലും ഇനി എന്റെ വീട്ടിന്റെ ഇപ്പൊ അടുത്തുള്ളത് ചീമേനി എഞ്ചിനീയറിംഗ് കോളേജും. അതൊക്കെ നല്ലതാണോ? ചീമേനി എഞ്ചിനീയറിംഗ് കോളേജ് കേപ്പിന്റെ കീഴിൽ ഇല്ലതാണ്. അതെ, കേപ്പ് കുഴപ്പമില്ലാത്തതാണെന്നുള്ളതുകൊണ്ട് ചീമേനി കുഴപ്പമില്ലാന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ ഒരു പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനവിടെ SNGCT എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് തന്നെയല്ലേ? അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും നല്ല കോളേജൊന്നുമല്ല. ഞാൻ നന്നാക്കാനൊക്കെ ശ്രമിച്ചിരുന്നു കുറച്ച്. പക്ഷെ ആ സമയത്ത് SFIയുടെ രാഷ്ട്രീയം ഏറ്റവും കൊത്തുന്ന ഒരു സമയമായിരുന്നു. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് രാഷ്ട്രീയം പുറത്തായതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. അതെ. പിന്നെ കണ്ണൂർ ഗവൺമെന്റ് ആണെങ്കിൽ ഏതിനാ ഇപ്പൊ പോവാൻ പ്ലാൻ മോന്റെ? ഇപ്പം എന്റെ റാങ്ക് എന്തായാലും 10,900. ഏത് സബ്ജക്റ്റിനാ പോവാൻ പ്ലാൻ എന്ന് പറയും? പിന്നെ സാർ എനിക്കത് പ്രത്യേകിച്ച് ഒരു ധാരണ ഇതുവരെ വന്നിട്ടില്ല. ഏത് സബ്ജക്റ്റിനാ ഇപ്പൊ മനസ്സിൽ എന്തുള്ളത്? മനസ്സിൽ എന്താ ഇപ്പൊ തോന്നുന്നത്? എന്തിനു ചേരണം? മനസ്സിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നേരിട്ട് അങ്ങോട്ട് ചേരുവോ? പിന്നെ അധികം ആലോചിക്കാനോ? പക്ഷെ അത് റാങ്കിന്റെ ഒരു ഇഷ്യൂ. കിട്ടൂലേ അത്? EWS ഉണ്ട്. അപ്പൊ EWSന്റെ കണ്ണൂര് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചീമേനിയ ചേരാൻ ഏറ്റവും അടുത്ത് അതാണ് പ്രിഫറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂര് കുറച്ചും കൂടി യാത്ര ചെയ്യണ്ടേ? കണ്ണൂര് യാത്രയാണ്. പക്ഷെ ചീമേനി NBA അക്രഡിറ്റേഷൻ ഇല്ല. ഓക്കെ. പിന്നെ ഏതിനാ NDA അക്രഡിറ്റേഷൻ ഉള്ളത്? അവിടെ കമ്പ്യൂട്ടറിനും ട്രിപ്പിളിക്കും. ഈ NBA എന്ന് പറഞ്ഞ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ശരിക്കും ആവശ്യമില്ല. അത് കോളേജിന് കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ഒന്നുമല്ല, കോഴ്സിന് കൊടുക്കുന്നതാണ്. അതൊരു ബാച്ച് ഉണ്ടായ അടുത്ത ബാച്ച് ഉണ്ടാവണമെന്നൊന്നുമില്ല. AICTE അപ്രൂവ്ഡ് ആണ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ആണെങ്കിൽ. അത് മാത്രമേ എല്ലാവരും നോക്കുള്ളൂ. നമ്പർ 1. വീട്ടിനടുത്ത് പോകുന്നൊരു സ്പെസിഫിക്കേഷൻ നോക്കാം. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ ടൗണിലെത്താത്തത് കൊണ്ട് ഈ ഭാഗത്തുനിന്ന് പോകുന്നവർക്ക് കുറച്ച് എളുപ്പമാണ്. കാരണം ആ ട്രാഫിക് ജാം എത്തുന്നതിന് മുമ്പ് പ്രശ്നക്കടവിൽ ഇറങ്ങിയാൽ മതിയല്ല. അപ്പോൾ വലിയ ദൂരമൊന്നുമില്ല. പിന്നെ ഹൈവേ ആയതുകൊണ്ട് കുറച്ച് നല്ലോണം പോകും. എനിക്കറിയില്ല ചീമേനിക്ക് റൂട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുന്ന ആ സമയവും. പിന്നെ മോന് പയ്യന്നൂർ പോയി പയ്യന്നൂരിൽ നിന്ന് ബസ് കയറി, കോളേജ് ബസ്സൊന്നും ഉണ്ടാവില്ലല്ലോ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആകുമ്പോൾ. അതെ, പക്ഷെ പയ്യന്നൂർ വരെ പോകണ്ടേ? ഞാൻ പറയുന്നത് പയ്യന്നൂർ വരെ പോയി അവിടുന്ന് പെരുമ്പേന്ന് കയറിയിട്ട് പോകണ്ടേ? എനിക്കറിയുന്ന സ്ഥലമായതുകൊണ്ടല്ലേ ഇങ്ങനെ പറയണത്. മനസ്സിലായോ?
അപ്പോൾ അതാണോ സൗകര്യം? അവിടെയാണെങ്കിൽ ഏതാ കിട്ടുക? ചീമേനയാണെങ്കിൽ ഇപ്പോൾ ഏതാ കിട്ടുക? അതല്ലേ ആലോചിക്കേണ്ടത്. ഇത് രണ്ടെണ്ണല്ലേ ഉള്ളൂ മനസ്സിൽ, വേറൊന്നുമില്ലല്ലോ മനസ്സിലിപ്പോൾ. ദൂരത്തേക്ക് പോകുന്നില്ല. ഹോസ്റ്റലിൽ എനിക്ക് അല്ല, വേറെ ഏതാ അടുത്തുള്ളത്? ഏതാ വേറെ ഉള്ളത്? പിന്നെ അടുത്തുള്ളത് പയ്യന്നൂരിന്റെ എഞ്ചിനീയറിംഗ് കോളേജ്, SNGCET. പിന്നെ വേറൊന്നുണ്ടല്ലോ, മോഡേൺ എഞ്ചിനീയറിംഗ്, മലബാർ എഞ്ചിനീയറിംഗ് കോളേജ്. അത് പൂട്ടിയാ? അത് പൂട്ടി. അതെ, അത് പൂട്ടി. ഓക്കെ. പൂട്ടി. ഭാരതി ഹോട്ടലുകാരല്ല, രഘുവിന്റെ. പിന്നെ LBS ആണ്. LBSലേക്കും കണ്ണൂരേക്കും എനിക്ക് ഒരേ ദൂരമാണ്. ഓക്കെ. അതുകൊണ്ട് ഇവിടെ ചീമേനയാണെങ്കിൽ ഏത് ബ്രാൻഡും കിട്ടും. അപ്പൊ പിന്നെ ഏതാ ബ്രാഞ്ച് ഇഷ്ടം എന്ന് വിചാരിച്ചാൽ അതിൽ ചെയ്ത, എന്നിട്ട് ബാക്കി എക്സ്ട്രാ പഠിക്കുക. കോളേജിന്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും പഠനം ബാക്കി ഓപ്പൺ ഓൺലൈൻ കോഴ്സ് വെച്ചിട്ടും ചെയ്യാം. നമ്പർ 1, പഠിക്കുന്ന കംപ്ലീറ്റ് സിലബസ് എടുത്തിട്ട് വളരെ ഡീപ്പായിട്ട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശരിക്കും മനസ്സിലാക്കി പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനും, ഒരു പരീക്ഷക്കല്ല പ്രിപ്പയർ ചെയ്യാം, ഏത് പരീക്ഷ എഴുതിയാലും ഞാൻ തയ്യാറാന്ന് പറയും. അതേതൊക്കെയാവും? GRE, ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാം, ഗേറ്റ്, ഇനി ഏത് കോമ്പറ്റീറ്റീവ് എക്സാം ആയാലും, ബേസിക് ഡിഗ്രി വെച്ചിട്ടുള്ള ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസ്. നമ്മൾ മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, ഡാറ്റ അനാലിസിസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി, പാരഫ്രൈസിങ്, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ MNC കമ്പനികളിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നോക്കുക. അത് 10ാം ക്ലാസ്സിലെ 12ാം ക്ലാസ്സിലെ സിലബസും വിവരവും മാത്രം മതി. പക്ഷെ സ്പീഡ് അത് പോരാ. നമ്മൾ സാധാരണ മാത്തമാറ്റിക്സിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്ന സ്പീഡ് പോരാ ഒരു ബിടെക്കുകാരൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലർക്കും NDA കിട്ടാത്തതും, അല്ലെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയോ നേവൽ അക്കാഡമിയോ ഒക്കെ പരീക്ഷ എഴുതി പാസ്സാവാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സ്പീഡിലെത്താൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല സ്പീഡാണ്. അത് പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. ഇപ്പോൾ എനിക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ 5 മിനിറ്റാണ് വേണ്ടതെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ 1 മിനിറ്റേ തരുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള മോൻ്റെ സ്പീഡിൽ നിന്ന് ഒരു 5 മിനിറ്റ് കൂടണം. ഒരു പാരഗ്രാഫ് വായിക്കാൻ എനിക്ക് കുറച്ച് സമയം മതിയെങ്കിൽ അതിൻ്റെ 1/3 സമയം കൊണ്ട് അത് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. അതാണ് ഈ സ്കൂൾ എക്സാമിലൊക്കെ ഇംഗ്ലീഷിൽ പാരഫ്രൈസിങ്. ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ ഹെഡിങ് എന്താ കൊടുക്കേണ്ടത്, അതിനകത്ത് 4 ചോദ്യം. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുക, ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്തും അങ്ങനെയാണ്, ആ ചോദ്യത്തിൻ്റെ ആ ലെറ്റർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തപ്പും. 10 പ്രാവശ്യം തപ്പുമ്പോഴത്തേക്കും നമ്മുടെ സമയം തീരും. കാരണം എന്ന് വെച്ചാൽ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. എനിക്കറിയുന്നൊരു സംഭവം വിചാരിക്കും, ആ വായിച്ച് മനസ്സിലാക്കിയ കൃത്യമായിട്ട് ചോദിക്കുമ്പം അത് നോക്കാതെ തന്നെ എനിക്ക് ആൻസർ എഴുതാൻ പറ്റും. അങ്ങനെ ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ചോദ്യം അതിനകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കാനല്ല. അത് നമ്മളാരും പഠിപ്പിച്ചിട്ടില്ല മാഷന്മാരൊന്നും. നമ്മൾ ചെയ്യുക ഇതിനകത്തുള്ള 4 വാക്ക് നോക്കിയിട്ട് അതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കി അതിന് ചുറ്റുമുള്ള 2 സെൻറ്റൻസ് അങ്ങ് എഴുതും. അത് മതി മാർക്ക് കിട്ടാൻ, A+ കിട്ടാൻ. പക്ഷെ അതല്ല അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അതല്ല. എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ എന്തിനാ പഠിക്കണം, അതെങ്ങനെ പഠിക്കണം, ഇതുകൊണ്ട് നമുക്കെന്താ ഗുണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന തരത്തിൽ പഠിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് എല്ലാത്തിനും ഉത്തരം എഴുതാൻ പറ്റും. അന്ന് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു അഡ്വർടൈസ്മെൻറ്റ്, നിതിൻ ഗഡ്കരിയുടെ ഒരു അഡ്വർടൈസ്മെൻ്റാണ്. മാത്തമാറ്റിക്സിൻ്റെ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് അയാൾ പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ മനുഷ്യൻ നമ്പർ ഓഫ് ടൈംസ് വർക്ക് ചെയ്താൽ A² ആണ് എൻ്റെ കഴിവ്. അഭിരാമിൻ്റെ കഴിവ് B². ഞാനും അഭിരാമും കൂടിയാൽ A+B². എൻ്റെ കഴിവും അതിൻ്റെ ഡബിളും അതിൻ്റെ സ്ക്വയറും അഭിരാമിൻ്റെ സ്ക്വയറും +2AB. അപ്പോൾ 2 വ്യക്തികൾ കൂടുമ്പം നമ്മുടെ 2 ആളുടെ കഴിവ് മൾട്ടിപ്ലൈ ചെയ്ത് 2 മൾട്ടിപ്ലൈ ചെയ്ത് ഇരട്ടിയായിട്ട് മാറും നമ്മുടെ 2 ആളുടെയും കഴിവ് എന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത്. ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. മാത്തമാറ്റിക്സിൽ അങ്ങനെ ഒരു ഫോർമുല മാത്രമല്ല ഉള്ളത്. ഞാനും അഭിരാമും, ഞാൻ ഒറ്റക്കൊരു പണി ചെയ്യും, ഞാനും അഭിരാമും കൂടുമ്പോൾ അഭിരാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണം, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണം. നമ്മൾ 2 ആളും കൂടുമ്പം നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ A-B ആയിട്ട് മാറും എൻ്റെ കമ്പൈൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ അത് വരുന്നത് A-B² ആണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ ഇരട്ടിയും അഭിരാം ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ ഇരട്ടിയെന്നും
രണ്ടാളും കൂടെ ചെയ്യുന്ന പണീൻ്റെ ഇരട്ടി മൈനസ് ചെയ്ത് -2 AB ആയിട്ട് മാറും. അപ്പം നമ്മൾ അത് ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ മാത്തമാറ്റിക്സ് അറിയുന്നവരത് കേൾക്കുമ്പോൾ ആദ്യം പറയാം, എൻ്റെ ഭഗവാനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ മനുഷ്യന്മാർ. മനസ്സിലായോ? ഈ കഴിവിനെയാണ് ലോജിക്ക് എന്ന് പറയുക. നമ്മളൊന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ വിശ്വസിച്ച് കേട്ടിട്ട് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മളെ ഫൂളാക്കാൻ പറ്റും പലപ്പോഴും. പല ആൾക്കാരുടെ കാര്യങ്ങളും അങ്ങനെ. മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പറയും, പരുന്ത് ഒരു പ്രാവശ്യം കൊത്തി പിന്നെയും കൊത്തി അതിൻ്റെ കൊമ്പ് കൂർപ്പിച്ചിട്ടാണ്. മനുഷ്യൻ അങ്ങനെ കൊമ്പുള്ളൊരു മനുഷ്യനല്ലല്ലോ, പിന്നെ എങ്ങനെയാത് പറയാം? നമ്മുടെ കഴിവ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ കഥകൾ പറയുന്ന കുറേ ആൾക്കാർ വരും. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ബാധകമല്ല. നമുക്ക് ഓരോ കാര്യവും പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ എന്തിനാ ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്താലാണ് നന്നാവുക. ഇപ്പോൾ പലരെയും ഉണ്ട്. ഇപ്പം ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ഇതേപോലെ ഇരുന്ന്, ഞാനിപ്പോൾ അഭിരാമിനോട് പോലെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അവിടെ ലേറ്റായി ചേർന്ന് പറഞ്ഞൊന്നും മനസ്സിലാവാണ്ട് ചാപ്റ്റർ വൈസും സബ്ജക്റ്റ് വൈസൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് നന്നായി 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ധാരണ വന്ന് അടുത്ത പ്രോജക്റ്റ് എവിടെയെങ്കിലും പോയിട്ട് ആരുടെയെങ്കിലും കൂടെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിപ്പോൾ ലാസ്റ്റ് പ്രോജക്റ്റായിട്ട് ഇറങ്ങാനാകുമ്പം ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് തോന്നി ചോദിക്കും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രോജക്റ്റ് എവിടെയാണ് ചെയ്തത്? അവിടെയത്. അതെന്തിനാണ് ചെയ്തത്? നമ്മളൊരു വഴിയിലേക്ക് പോകുമ്പോൾ എനിക്ക് കണ്ണൂരാ പോകേണ്ടതെങ്കിൽ പെരുമ്പയിൽ ഇറങ്ങിയിട്ട് ബസ് പിടിക്കുന്നതല്ല നല്ലത്. ഞാൻ ബസ് സ്റ്റാൻഡ് വരെ പോയിട്ട് 2 പ്രാവശ്യം കറങ്ങണ്ടല്ലോ. അപ്പം ഞാൻ പെരുമ്പെത്തിയിട്ട് ഇറങ്ങിയിട്ടില്ല, ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ പറഞ്ഞാൽ ഞാൻ ചോദിക്കൂലേ, എന്നോട് ചോദിച്ചാൽ ഞാൻ അവിടെ ഇറങ്ങണ്ടാന്ന് പറഞ്ഞേനെന്ന് പറയുമോ ഇല്ലയോ? ഇനി നിന്നെ നന്നാക്കണമെങ്കിൽ കുറച്ച് മെനക്കെടാണ്. കാരണം വെച്ചാൽ നീ ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല. മനസ്സിലായോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുന്നു ഇന്നതാണ് കോഴ്സ്, ആ കോഴ്സ് ഞാൻ ചേർന്നു, എന്നിട്ട് ഞാൻ എവിടെ എത്തിയില്ല. ആ കോഴ്സ് ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടെന്ന്. ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ സിലബസ് എടുക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതിൻ്റെ റെഫറൻസ് ബുക്ക് എടുക്കുക, കംപ്ലീറ്റ് ഡൗൺലോഡ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഏത് വിഷയം പഠിച്ചാലും, ഇലക്ട്രോണിക്സ് പഠിച്ചാലും നന്നായിട്ടുണ്ട്, മെക്കാനിക്കൽ പഠിച്ചാലും നന്നായിട്ടുണ്ട്, സിവിൽ പഠിച്ചാലും നന്നായിട്ടുണ്ട്. ഇതൊന്നും വിഷയബാധകമല്ല. നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതിനേക്കാളും ആ പഠിക്കുന്ന കാര്യം എങ്ങനെ പഠിക്കുന്നു അറിയണം. മനസ്സിലാവുന്നുണ്ടോ? നല്ല ഡ്രൈവറായാൽ പ്രൈം മിനിസ്റ്ററുടെ ഡ്രൈവറാവാം. മനസ്സിലാവുന്നുണ്ടോ? അത് കലക്ടറെക്കാളും വലിയ ജോലിയാണ്. കാരണം എപ്പോഴും പ്രൈം മിനിസ്റ്ററുടെ തൊട്ടടുത്ത് ഒരുക്കല്ല കലക്ടർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പറ്റുമോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നല്ല കുക്കായാലും ഷെഫ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ തന്നെ ഉണ്ട്. അത് പ്രസിഡന്റ് ഓഫ് അമേരിക്കയുടെ കുക്കിനെ കുറിച്ചാണ്. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ചോദിക്കും, വർത്താനം പറയുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുന്ന സംഭവങ്ങളാണ്. അദ്ദേഹം എത്രയോ പ്രസിഡന്റുമാരെ കണ്ടിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്യണം? പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കഴിവുണ്ട്, ആ കഴിവ് വെച്ച് ഏറ്റവും നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. അത് ഏത് വിഷയം പഠിച്ചാലും. പക്ഷെ അറിയാതെ ചില പൊട്ട റോഡിലെത്തിക്കഴിഞ്ഞാൽ ആ റോഡ് ഫുൾ അങ്ങനെ പോകേണ്ടി വരും. അതാണ് ഈ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ റോബോട്ടിക്സ് പഠിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യതയല്ല, എല്ലാ കോളേജിലും ഉണ്ടാവില്ല. ചില മുത്തൂറ്റ് എന്ന് പറഞ്ഞൊരു കോളേജ് ഏതോ ഒരു ചെറിയ സ്പെഷ്യലൈസേഷൻ ആഡ് ചെയ്ത് പുതിയൊരു കോഴ്സ് തുടങ്ങും. അതിന് AICTE അപ്രൂവൽ വരാൻ ചിലപ്പോൾ 2 കൊല്ലം പിടിക്കും. അതിന് യൂണിവേഴ്സിറ്റി അപ്രൂവൽ കിട്ടണമെങ്കിൽ വേറെയും അവരെല്ലാം പൈസ കൊടുത്തിട്ടാണ് മേടിക്കുക. യൂണിവേഴ്സിറ്റിക്ക് ഓരോ കോഴ്സും എക്സ്ട്രാ നമ്മളൊരു ഓട്ടോണമസ് കോളേജ് ചെയ്യുമ്പോൾ അവർ കാശ് കൊടുക്കണം. അത് കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം ആൾക്കാർ അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടാവും വിചാരിച്ചിട്ട് അതിന് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്കായിട്ടൊരു ടൈപ്പ് ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇതൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഈ 4 കോഴ്സുകൾ ബേസിക്കായിട്ട് ഏത് ചെയ്താലും നാളെ വേണമെങ്കിൽ സ്പെഷ്യലൈസേഷൻ എവിടെയെങ്കിലും പോകാം. മനസ്സിലായോ? അതിപ്പോൾ മെക്കാനിക്കൽ പഠിച്ച ഒരാൾക്ക് ഇലക്ട്രോണിക്സിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സിവിൽ പഠിച്ചാൽ പോകാൻ പറ്റും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഓക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. കാരണം പവർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. പണ്ട് ഫ്രിഡ്ജ് ഇലക്ട്രോണിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഓട്ടോമാറ്റിക് ഫ്രിഡ്ജായി. ആ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ വാക്ക് വന്നാൽ ഉടനെ ഇലക്ട്രോണിക്സ് വന്നു. പണ്ട് ബൾബുകൾക്കൊന്നും ഓട്ടോമാറ്റിക് ഇല്ല, ഇപ്പോൾ ബൾബുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും. അറിയാതെ
സാറിന്റെ വീഡിയോയിൽ കണ്ടില്ല ഒരു ഇന്റൻസിറ്റി എല്ലാം പറ്റും. ഇപ്പം ഞാനിപ്പം ഞാൻ ഇന്നലെ തമാശക്ക് ഞാൻ എന്തോ ചോദിച്ചു, എന്താണ് ചോദിച്ചാവും, ഏതോ ഒരു കർക്കിടക വാവ് എപ്പോഴാന്ന് ഗൂഗിളിനോട് ചോദിച്ചു. കർക്കിടക വാവ് ഗൂഗിളിന് അറിയാവുന്ന വേണ്ടിയിട്ടാണ്. ഉടനെ ഗൂഗിൾ പറഞ്ഞു തന്നു കർക്കിടക വാവ് നാളെയാണ്. കർക്കിടക വാവ് എന്ന് മലയാളത്തിലാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എല്ലാ സംഭവവും ഇപ്പോൾ എനിക്ക് ഹേ ഗൂഗിൾ ഡ്രൈവ് വേർ ഇസ് തൃക്കരിപ്പൂർ, ഹേ ഗൂഗിൾ വേർ ഇസ് തൃക്കരിപ്പൂർ. ഞാൻ കുറച്ച് ദൂരെയായിരിക്കും. അത് തിരുപ്പതി എന്നാ കേട്ടത്, തൃക്കരിപ്പൂർ എന്ന് കേട്ടിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലെ മഴയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ നടുവിൽ ചെറിയ ഗ്രാമമാണ്, കൃത്യമായിട്ട് പറയും. ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്ത് സംശയം വന്നാലും ഉടനെ ചോദിക്കുമല്ലോ. അത് ഇലക്ട്രോണിക്സിലുള്ള സംശയം വന്നാൽ വാട്ട് ഈസ് ഗ്രാവിറ്റി എന്ന് ചോദിച്ചാൽ ഉടനെ ഗ്രാവിറ്റി പറഞ്ഞു തരും എനിക്ക്. അതുകൊണ്ട് എനിക്ക് കുറേ പഠിക്കാൻ സമയം കിട്ടും. ഏതെങ്കിലും ഒരു സിനിമ കാണുന്ന സമയത്ത് പിന്നെ വിനീത് ശ്രീനിവാസൻ കുറുക്കൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചു വിനീത് ശ്രീനിവാസൻ ആരാന്ന്, ദിലീപ് മേനോൻ ആരാന്ന്, ഗൗരി നന്ദ ആരാന്ന്, അശ്വത് ലാൽ ആരാന്ന്, അവരുടെ നാട് എവിടെയാണ് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഒരാളുടെ പേര് നോക്കിയിട്ട് എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. അപ്പം നമ്മൾ ആ സ്മാർട്ടായിട്ട് പഠിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇത് ഞാൻ ഡിക്ഷണറി നോക്കിയിട്ടോ പിന്നെ തപ്പി നോക്കിയിട്ടോ കണ്ടുപിടിക്കാൻ കുറേ സമയം പിടിക്കും. അപ്പോൾ ഇലക്ട്രോണിക്സ് നമുക്ക് തന്നിട്ടുള്ളത് ഇത് ഫാസ്റ്റാക്കാനാണ്, ഓട്ടോമേറ്റ് ചെയ്യാനാണ്. പക്ഷെ ബേസിക് നോളജ് സെയിം. അത് മെക്കാനിക്കലിലും ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്നുണ്ട്, സിവിലിൽ കമ്പ്യൂട്ടർ സയൻസ് നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ പണ്ടൊരു മാപ്പ് വരച്ചൊരു വീട്ടിൻ്റെ പ്ലാൻ വരച്ചിട്ട് അതിനൊരു വെർട്ടിക്കലായിട്ടൊരു കോളം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കോളം വരയ്ക്കുക തന്നെ വേണം. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ CAD പാക്കേജ് ആദ്യം പഠിച്ചത് ഹൈദരാബാദിലില്ലാത്തതുകൊണ്ട് ബോംബെ പോയിട്ടാണ്. അതിനായിട്ട് 4 മാസം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നെ അയച്ചില്ല. മനസ്സിലായോ? ഇന്ന് ഏത് മുക്കിലും മൂലക്കും റോട്ടിലും CAD പഠിക്കാം. ആ കാലത്ത് CAD പഠിച്ചാൽ അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. എന്നിട്ട് എത്ര ഹൈറ്റ് വേണമെന്ന് വിചാരിച്ചാൽ അത്ര വരെ വരക്കണം. ഇന്നങ്ങനെയല്ല. ഒരു ബേസ് മാപ്പ് ഉണ്ടാക്കിയിട്ട് ഇത്ര ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കോളംസും ചുമരും എല്ലാം ടും എന്ന് പറഞ്ഞിട്ട് കയറും. എന്നിട്ട് ഫിറ്റ് ഇൻ ഓൾ ദ വിൻഡോസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വിൻഡോസ് എവിടെയൊക്കെ കൊണ്ടാക്കണം എന്ന് വെച്ചാൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം അതിനുള്ള സോഫ്റ്റ്വെയർ നമ്മൾ പഠിക്കണം. അപ്പോൾ എന്തൊക്കെ സോഫ്റ്റ്വെയർ പഠിക്കും? ഇപ്പം ഞാനൊക്കെ ഉള്ള സമയത്ത് മായ, 3D Max ഇതൊക്കെയായിരുന്നു. ഇന്ന് പൈത്തൺ. ഇപ്പം മെക്കാനിക്കലോ സിവിലോ ആണെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഒക്കെ പഠിക്കണം. ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കലാണെങ്കിൽ അത്ര പഠിക്കേണ്ട ഗ്രാഫിക്സ്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഇവ തമ്മിൽ. ഇതിനൊക്കെയുള്ള ആപ്റ്റിറ്റ്യൂഡ് സെയിമാണ്, കഴിവ് സെയിമാണ്. അത് കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നേരെ കമ്പ്യൂട്ടർ സയൻസിൽ ഡാറ്റാ സയൻസ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ബിഗ് ഡാറ്റ ഇതിലൊക്കെ പോയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഡിസൈൻ തിങ്കിങ് ഒക്കെ പോവാം, ഏതിന് വേണമെങ്കിലും പോവാം. അപ്പോൾ അതിനൊക്കെയുള്ള ഏതിനൊക്കെ പോകണം, എവിടെയൊക്കെ പോകാൻ പറ്റും, ഏതൊക്കെ കോഴ്സുകൾ ഞാൻ എക്സ്ട്രാ പഠിക്കണം, ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ സബ്ജക്റ്റുകൾ കണ്ടുപിടിച്ച് അതിൽ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ പഠിക്കുന്നൊരു കുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റും. എവിടെ വേണമെങ്കിലും രക്ഷപ്പെടാം. തന്നെ പൊക്കിക്കൊണ്ടുപോകും ആൾക്കാർ. പറ്റുന്ന എല്ലാ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുക, പറ്റുന്ന എല്ലാ ടെക് ഫെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഒരു നല്ലൊരു ഗ്രൂപ്പും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ, ഗ്രൂപ്പ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ആ ഗ്രൂപ്പ് ഉണ്ടാവുന്നതാണ് IITയും NITൻ്റെ ഒക്കെ ഒരു ഗുണം. കാരണം ഇങ്ങനെയുള്ള കുറച്ച് പേരെങ്കിലും അവിടെ ഉണ്ടാവുമല്ലോ. സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി കഴിഞ്ഞാൽ മുക്കിലും മൂലക്കും പോയി കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവണമെന്നില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. ഉള്ള സബ്ജക്റ്റ്, പഠിക്കുന്ന സബ്ജക്റ്റ് കൃത്യമായിട്ട് ഡീപ്പായിട്ട് പഠിച്ചാൽ ഗേറ്റ് എക്സാം എഴുതാൻ പറ്റും, നല്ല സ്കോറും കിട്ടും. ഈ കോച്ചിങ് കൊടുക്കുന്നവനൊന്നും ഗേറ്റ് പാസ്സാകാത്തവനായിരിക്കും. ബാങ്കിൽ ജോലി കിട്ടിയ ആൾ ബാങ്ക് കോച്ചിങ് കൊടുക്കാൻ നടക്കുമോ? IAS കിട്ടിയവൻ IAS കോച്ചിങ് കിട്ടാൻ നടക്കുമോ? അല്ലെങ്കിൽ പിന്നെ റിട്ടയർ ആയ നമ്മളെ പോലത്തെ ആൾക്കാർ നാട്ടിൽ വന്നിട്ട് ആൾക്കാരെ സേവിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. മനസ്സിലായോ? അതുകൊണ്ട് പലപ്പോഴും കോച്ചിങ് സെൻറ്റേഴ്സിൽ എന്ന് പറയുന്നത് ഗേറ്റ് കോച്ചിങ് കൊടുക്കുന്ന ആൾ ഒരിക്കലും ഗേറ്റ് പാസ്സായിട്ട് ഏതെങ്കിലും IIT പാസ്സായിട്ട് എത്തിയിട്ടുള്ളവരാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നല്ല സെൻറ്റർ, നല്ല സെൻറ്ററിലൊക്കെ ആണെങ്കിൽ മാത്രമേ, അങ്ങനെ സെൻറ്ററൊന്നും ഇല്ല നാട്ടിലതില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം.
ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ട് മലപ്പുറത്ത് നിന്ന് വിളിച്ചൊരു പെൺകുട്ടി, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ദാരിദ്ര്യമാണ്, എന്നിട്ടും 5000 രൂപ എടുത്തിട്ട് ഇംഗ്ലീഷ് കോച്ചിങ് കഴിഞ്ഞു. ആ പഠിപ്പിക്കുന്ന മാഷ്ക്ക് ഇംഗ്ലീഷ് 4 അക്ഷരം പറയാൻ അറിയെങ്കിൽ അയാൾ എവിടെയെങ്കിലും ഹോട്ടലിൽ ഷെഫായിട്ടോ അല്ലെങ്കിൽ അറ്റൻഡറായിട്ടോ റിസപ്ഷനിസ്റ്റായിട്ടോ നിൽക്കൂലേ? അവൻ ഈ കോച്ചിങ് നടത്താൻ നിൽക്കുമോ? ആ പണിയൊന്നും കിട്ടാത്തതുകൊണ്ടല്ലേ അങ്ങനത്തെ പഠിപ്പിക്കാൻ നടക്കണം. മനസ്സിലായോ? അങ്ങനെ ഒരു വലിയ സ്റ്റാൻഡേർഡുള്ള, വലിയ ഫീസ് മേടിക്കാൻ പറ്റുന്ന വലിയ സെൻറ്ററുകളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമൊന്നും അല്ലല്ലോ നമ്മുടെ കേരളത്തിലെ ഒരു മുക്കും മൂലം. അങ്ങനെയല്ല. അതുകൊണ്ട് അതിനുള്ള ചാൻസൊക്കെ കുറവാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഓൺലൈൻ ഇഷ്ടം പോലെ ഉണ്ട്, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഗൈഡ് കിട്ടും, ഗൈഡ് കിട്ടും. ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ സബ്ജക്റ്റ് എടുക്കുക. ഈ പറയുന്ന ഓൺലൈൻ കോഴ്സുകളിൽ നമ്മൾ പഠിക്കുന്ന മിക്കവാറും ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, അതിൽ ഏത് രജിസ്റ്റർ ചെയ്താലും കിട്ടുന്ന ലെക്ചർ മെച്ചമുള്ളതായിരിക്കും. ഇനി ഇതിനൊക്കെ വേണ്ട ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ സ്കിൽ, ആ സംഭവങ്ങളൊക്കെ ഞാൻ KL യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, KLH ഡോക്ടർ TPS, അരത്തമാറ്റിക്, ലോജിക്കൽ, അനാലിറ്റിക്കൽ, മാത്തമാറ്റിക് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക ചെയ്യാം. ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ക്ലാസ് അങ്ങോട്ട് എടുക്കും. അവരതെല്ലാം എഴുതിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ പിക്ചർ എനിക്ക് അയച്ചാൽ അതാണ് ഇൻറ്റേർണൽ മാർക്ക്. ഇപ്പം ഞാൻ പറയുന്ന വാക്കുകൾ മാത്തമാറ്റിക്സ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ് ലോജിക്കൽ റീസണിങ്. അങ്ങനെയാണല്ലോ സാധാരണ. ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന, ഞാൻ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യും. റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാഷം മുമ്പോട്ട് കടന്നു പോകുന്നു ട്രെയിൻ. ആ കടന്നു പോകുന്ന ട്രെയിനിൻ്റെ ഫസ്റ്റ് എൻജിൻ പോയിട്ട് 30 സെക്കൻഡിന് ശേഷമാണ് ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് പോയത്. എൻജിൻ്റെ നീളം ഏകദേശം 80 മീറ്റർ. ദെൻ ടെൽ മീ വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ എന്നാണ് ചോദിക്കുക. ഇതിൽ രണ്ടും തന്നു. ബിഗിനിങ് എൻഡ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്ത്ത് അത് 30 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് 50 മീറ്റർ തന്നാൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് എളുപ്പമല്ലേ? ഇത് ഞാൻ ഒരു സാധനത്തിൻ്റെ ലെങ്ത്ത് തന്നു, ഒരു സാധനത്തിൻ്റെ ലെങ്ത്ത് തന്നു. ഇത് കടന്നുപോയി, ഇത് കടന്നുപോയി, ലാസ്റ്റ് ഇത് നോക്കി നിൽക്കുന്ന എൻ്റെ മുമ്പിൽ നിന്ന് കടന്നുപോയത് 30 സെക്കൻഡിലാണെന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് ബൈ ടൈം, അതാണ് ട്രെയിൻ ഓഫ് ദ ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം. അതങ്ങനെ കാണാൻ കഴിയുന്നതാണ് സ്പീഡ് കാണാൻ കഴിയുന്ന വെലോസിറ്റി എന്ന് പറയുന്ന. നമുക്ക് തരുന്ന ഫോർമുല അല്ലല്ലോ തരുക. മാത്തമാറ്റിക്സ് ചോദിക്കുമ്പോൾ ഫോർമുല ചോദിച്ചിട്ടല്ലല്ലോ കാണാൻ പറയാം. ഒരു പാരഗ്രാഫ് തന്നിട്ട്, ഒരു വാക്ക് തന്നിട്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് അതിനെ മാത്സ് ആക്കി മാറ്റാനുള്ള കഴിവാണ് ലോജിക്കൽ റീസൺ. അതിൻ്റെ ഉള്ളിൽ മാത്തമാറ്റിക്സ് ഉണ്ട്, പക്ഷെ വാക്കുകളാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് മാത്സും ഇംഗ്ലീഷും നല്ലോണം ബന്ധപ്പെട്ടിരിക്കുന്നു. വായിച്ചിട്ട് ഇംഗ്ലീഷിൽ നിന്ന് മാത്സ് ഉണ്ടാക്കാൻ പറ്റുമ്പോഴാണ് അതിനെ ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഡാറ്റ അനാലിസിസ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നൊക്കെ പറയുന്ന ഇതേ സംഭവം ഒന്ന് തന്നെയാണ്. ഇത് കുറേ കാലങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളുള്ള പുസ്തകങ്ങളാണ് UGC മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് കോളേജ് ലെക്ചർ പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നെറ്റ് പരീക്ഷ എഴുതും. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, CSIR ടെസ്റ്റ്, UGC എക്സാമിനേഷൻ, ഇതൊക്കെ ടീച്ചർ എബിലിറ്റി ടെസ്റ്റുകളാണ്. ഇതിലൊക്കെ ഉപയോഗിക്കുന്നതും IASൻ്റെ പ്രിലിമിനറി ടെസ്റ്റിന് ഉപയോഗിക്കുന്നതും ബാങ്ക് കോച്ചിങ്ങിന് ഉപയോഗിക്കുന്നതും ഒക്കെ ഒരേ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഏത് എക്സാമിനേഷന് എന്തിൻ്റെയൊക്കെ പ്രിപ്പറേഷനുള്ള ഗൈഡുകൾ, പഴയ ഗൈഡുകൾ റോഡ് സൈഡിൽ അല്ലെങ്കിൽ ആരെങ്കിലും തൂക്കി വെക്കുന്നുണ്ടോ, ആരുടെയെങ്കിലും വീട്ടിൽ അവൈലബിൾ ആണോ, അതൊക്കെ മേടിച്ചിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഓൺലൈനും ഇരുന്ന് പ്രിപ്പയർ ചെയ്യാം. ഗേറ്റ് എക്സാം ഓൺലൈൻ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഇഷ്ടം പോലെ കാണും. IELTS ഇംഗ്ലീഷ് എക്സാമിനേഷൻ്റെ ടെസ്റ്റാണ്. ഓക്കെ, പണ്ട് അത്തരം കുറേ ഡിഫറെൻറ്റ് പേരുകളിൽ ഡിഫറെൻറ്റ് എക്സാംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് കുറേ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇത് രണ്ടും ഉള്ളവന് ഒരു മാഷേ ആവശ്യമില്ല. ലോകത്തിലെ ഏറ്റവും നല്ല മാഷാരെന്ന് ചോദിച്ചാൽ ഡോക്ടർ TPS എന്ന് പറയാറില്ല. കാരണം എന്നെ പഠിപ്പിക്കുന്നതും ഗൂഗിളാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല ടീച്ചർ ആരാണ്? ഗൂഗിളാണ്. എപ്പോൾ വിളിച്ചാലും വരും മുമ്പിൽ, ഒരു കാശും കൊടുക്കണ്ട. വേണോ? പിന്നെ എന്തിനാ കോച്ചിങ് സെൻറ്ററിൽ പോണേ? അതിനേക്കാളും നല്ല മാഷന്മാരൊന്നും കോച്ചിങ് സെൻറ്ററിലില്ല. പിന്നെ നമുക്ക് സ്മാർട്ടായിട്ട് ചോദ്യം ചോദിക്കാൻ അറിയണം. ആ എൻജിനീയറിങ്ങിൻ്റെ പേരാണ് പ്രോംപ്റ്റ് എൻജിനീയറിങ്.
പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ ഒരു സർട്ടിഫിക്കറ്റ് ആദ്യം ചെയ്യും. എന്ത് വാക്ക് കേട്ടാലും അതിനകത്ത് കോഴ്സ് ചെയ്യാം. എന്ത് വാക്കാണോ കേൾക്കുന്നത് അത് വെച്ചിട്ട് ഉടനെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആ വാക്കിൻ്റെ ആ ഇതങ്ങ് എഴുതാം. ഓപ്പൺ യൂണിവേഴ്സിറ്റി കുക്കിംഗ്, ഓപ്പൺ യൂണിവേഴ്സിറ്റി ഹൗസ് കീപ്പിംഗ്, ഓപ്പൺ യൂണിവേഴ്സിറ്റി ക്ലീനിങ്, വെറുതെ അടിച്ചു നോക്ക്. എന്നിട്ട് അതിനകത്തൊക്കെ കോഴ്സ് ചെയ്യുക. നാളെ സർട്ടിഫിക്കറ്റുകൾ വെക്കാൻ സ്ഥലമില്ലാത്ത വിധം ഫില്ല് ചെയ്യുക. എല്ലാ സർട്ടിഫിക്കറ്റിനും ചിലപ്പോൾ കാശ് മേടിക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് മേടിക്കണ്ട. അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ടെന്നുള്ളൊരു പ്രൂഫ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നാളെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോകുമ്പോൾ പറയാം എൻ്റെ അടുത്ത് കാശില്ലാത്തതുകൊണ്ട് ഞാനത് മേടിച്ചിട്ടില്ല ആ സർട്ടിഫിക്കറ്റ്, പക്ഷെ ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ പ്രൂഫ് ചെയ്താന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള അതിനെയാണ് SOP എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്നാണ് പറയുക. അപ്പോൾ എബ്രോഡിലൊക്കെ പോകുമ്പോൾ ഞാൻ SOP എഴുതി കൊടുക്കും പലർക്കും. ആ SOP നീറ്റായിട്ട് എഴുതിയാൽ, ജെന്യൂനായിട്ട് എഴുതിയാൽ, കൃത്യമായിട്ട് എഴുതിയാൽ കിട്ടും, അഡ്മിഷൻ കിട്ടും. പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ഗോവയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ സീറ്റിന് തൊട്ടടുത്തിരുന്ന ഒരു കുട്ടി സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ പോവാണ്, അല്ല അമേരിക്കയിൽ പോവാണ്. അമ്മയും മോളുമാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ചെയ്യണേ, എവിടെയാണ്, ഗോവയിലാണ്, അങ്ങനെയൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇസ്രോ സയൻറ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് ഇസ്രോ സയൻറ്റിസ്റ്റ് ആവാനായിരുന്നു ഇഷ്ടം. ഇപ്പം എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. സൈക്കോളജി ആണെന്ന്. എന്നിട്ട് ഇപ്പം എന്താ പരിപാടി, അമേരിക്ക പഠിക്കാൻ പോകും. അപ്പോൾ അവർ കൊടുക്കുന്ന ആ ഫീസിൻ്റെ ഒരു 20% കുറച്ചിട്ട് നമുക്ക് അതേ യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പം ഏജൻറ്റ് മുഖാന്തരം അല്ലെങ്കിൽ അപ്ലൈ ചെയ്താൽ കിട്ടും. ഏജൻറ്റുമാർ 20% എടുക്കും. ഇന്ന് ഈ കാലത്ത് നമ്മൾ ഏജൻറ്റ്, കോച്ചിങ് ഇതിനൊന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് അത്രയും പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ നേരിട്ട് അയ്യോ SOP എങ്ങനെ എഴുതുക, അതിനും ഏജൻസാണേ. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഏതോ ഒരു ഏജൻറ്റ് SOP എഴുതി കൊടുത്ത ഫുൾ ഇംഗ്ലീഷ് തെറ്റായിരുന്നു. എന്നിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് ഇവർ കൊടുത്തുകൊണ്ട് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഈ SOP എഴുതാൻ പറ്റുന്ന ഏജൻസിന് പോലും അത് കൃത്യമായിട്ട് എഴുതാൻ അറിവില്ലാത്ത ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക. കാശ് മേടിക്കും. അപ്പോൾ അതുകൊണ്ട് കോച്ചിങ് സെൻറ്ററും ഏജൻസും ഒന്നും ആവശ്യമില്ല. അപ്പോൾ പഠിക്കുക. അച്ഛൻ ഓടിച്ചിട്ടുണ്ടാക്കുന്ന കാശ് എന്നല്ലേ? വേറെ വരുമാനം ഉണ്ടാ? കൃഷി ഉണ്ടാ? അമ്മയുടെ അച്ഛൻ്റെ നാട് അവിടെ തന്നെയാണോ? മാത്തിലാണ്. ഞാനൊക്കെ പോയിട്ടുള്ള സ്ഥലമാണ്. വിജയനെ അറിയോന്ന് ചോദിക്കും അമ്മയോട്. മോട്ടോർ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചുപോയ വെറ്റിനറിയിൽ വർക്ക് ചെയ്യുന്ന വിജയൻ. വിജയൻ്റെ മോളുടെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു. എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചതാണ്. പഠിച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉഴപ്പിയതാ കൂടെ തൻ്റെ പ്രായത്തിൽ. അന്ന് മാത്തില് ഒരു കയ്യെഴുത്ത് മാസികയിൽ വിജയനും ഞാനും ഒക്കെ എഴുതുമായിരുന്നു കവിതകളൊക്കെ. അങ്ങനെ നല്ല ബന്ധമുള്ള സ്ഥലമാണ് നിങ്ങളുടെ നാട്. ഞങ്ങളൊക്കെ കോളേജിൽ സമരം ഉണ്ടാകുമ്പം തുക്കി നടക്കുന്ന സ്ഥലമാണ് മാത്തില്, വിജയനൊക്കെ ഉള്ളത് കൊണ്ട്. തിമിരിയാണ്. ഓക്കെ. കോൺഫറൻസ് ക്ലാസ് എടുക്കാറില്ല ഇങ്ങനെ ഓൺലൈനായിട്ട് മെന്റർഷിപ്പിന്റെ, അതിലെന്തെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുമോ? ചില മിക്കവാറും ഇൻ്റർവ്യൂകളാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുക. ഇപ്പം ഇന്നലെ ഉണ്ടായിരുന്നു മലയാളത്തിൽ ഒരു രാമായണത്തിൻ്റെ. അപ്പോൾ അത് എൻ്റെ സ്റ്റാറ്റസിൽ ഞാനിടും. ആ സ്റ്റാറ്റസിൽ ഇടേണ്ട എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. സ്റ്റാറ്റസിൽ ഇടുമ്പോൾ അവർ കണ്ടാൽ ചിലർ ചേരും. അങ്ങനെ ഇങ്ങനെ കുറേ പേര് ചേർന്നിരുന്നു ഇവരാ, മനസ്സിലായി. അങ്ങനെ 1-2 പ്രാവശ്യം ചേരുമ്പം ആ ഓർഗനൈസേഷൻ ആരാണ് നടത്തുന്നത്. ഇപ്പോൾ നോട്ടീസ് കണ്ടു നീയായിരിക്കും. ഇപ്പോൾ ഫേസ്ബുക്കിൽ നോട്ടീസ് കണ്ടപ്പോൾ ഇങ്ങനെ അടിക്കുന്ന കുറേ പേരുണ്ട്. അവരൊന്നും ഒന്നിനും ഗുണമില്ലാത്തവരാണെന്ന് നമുക്കറിയാം. വേണമെങ്കിൽ അതിൻ്റെ ജിമീറ്റിൻ്റെ ലിങ്ക് നോക്കി അത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് അല്ലെങ്കിൽ ആ നമ്പറിൽ വിളിച്ചൊന്ന് ചോദിച്ച് ആ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടല്ലേ മോനോട് ഇപ്പം ഞാൻ സംസാരിക്കണേ. അത് പലരും ചെയ്യാറില്ല. യൂട്യൂബിൽ തന്നെ ചോദ്യം ചോദിക്കും, ഇതാണോ നല്ലത്, ഇതാണോ നല്ലത്. ഞാൻ അവിടെ ആൻസർ ചെയ്യണം. നിങ്ങൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക? അതിൻ്റെ തൊട്ടടിയിൽ എൻ്റെ നമ്പർ ഉണ്ട്, അത് നോക്കിയിട്ട് വിളിക്കില്ല. അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ലോകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ഏറ്റവും അത്യാവശ്യം വേണ്ടത് കമ്മ്യൂണിക്കേഷൻ, കണക്ടിവിറ്റി. ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, നന്നായിട്ട് കണക്ട് ചെയ്യുക ആൾക്കാരുമായിട്ട്.
അപ്പം ഞാനൊക്കെ സ്റ്റാറ്റസിൽ ഇടുന്നത് എന്തിനാ വെച്ചാൽ വളരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തമാശകളൊന്നും ഇടാത്ത ആളാണ്, ഏതെങ്കിലും വീഡിയോ ഇടാറില്ല. എൻ്റെ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഓപ്പണായിട്ട് ചേരാൻ പറ്റുന്നതാണെങ്കിൽ എൻ്റെ സ്റ്റാറ്റസിലിടും. ചില പ്രോഗ്രാമുകളൊക്കെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഫിലിപ്പൈൻസിൽ പഠിപ്പിക്കുന്നതിൽ ആർക്കും ചേരാൻ പറ്റില്ല. YYCA എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുറേ ടോക്കുകൾ നടത്തുന്ന അവരാണ്. അത് ലണ്ടൻ ബേസ്ഡ് ഒരു ലേഡിയാണ്. അവരവരുടെ ലിങ്ക് ഫേസ്ബുക്കിലുണ്ടാവും, അത്ര ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ പോയി നോക്കി കഴിഞ്ഞാൽ അവരുടെ ലിങ്ക് ആയിട്ട് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അതിനകത്ത് കയറിയിട്ട് അതിനകത്ത് ഉടനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറേ, ബേസിക്കലി അവർ നൈജീരിയ എന്നായതുകൊണ്ട് ആഫ്രിക്കക്കാർ കുറേ സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്. പാകിസ്ഥാനിലെ ചെറിയ പിള്ളേർ എന്നെക്കുറിച്ച് പഠിച്ച് എന്നെ ഇൻ്റർവ്യൂ ചെയ്യും, അവർക്ക് അറിയണമെന്നുണ്ട്. അപ്പോൾ അവർ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ അയച്ചു തരും. ഞാൻ പറയും അയച്ചു തരുമെന്നും വേണ്ട, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അല്ല ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതേ ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയും 3rd ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യൻ ഓൾറെഡി ചോദിച്ചാൽ അത് വേണ്ട, മാറ്റി പിടിച്ചോളാൻ പറയും. അങ്ങനെ ചില ആൾക്കാരൊക്കെ, അപ്പോൾ അവരൊക്കെ ഇൻഡിവിജ്വലായിട്ടുള്ളതാണ്. അപ്പോൾ അറിയണമെങ്കിൽ എന്താ വേണ്ടി ഒരു 10 പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ മതി. ഐ വാണ്ട് ടു ലേൺ ഓൾ ദിസ്. അത് എങ്ങനെ ചോദിക്കണം എന്നുള്ളതിൻ്റെ, പിന്നെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വെച്ചാൽ അത് എഴുതുമ്പോൾ ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇംഗ്ലീഷാണ് പഠിക്കേണ്ടതെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അങ്ങനെ 10 ചോദ്യം നമ്മൾ ചോദിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ യു വിൽ ബിക്കം എൻ എക്സലൻറ്റ് ഇൻ്റർവ്യൂ. മോൻ 50 പേരോട് അങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റിയെന്നായിരിക്കും. 10 ചോദ്യം 500 ചോദ്യം ചോദിക്കാനുള്ള കഴിവുണ്ടായാൽ നാളെ ആരെ കാണുമ്പോഴും ചോദ്യം ചോദിക്കാൻ പറ്റും. ആ കഴിവാണ് പഠിക്കാനുണ്ടാവേണ്ടത്. മനസ്സിലായോ? പലർക്കും ഇല്ലാത്തതാണ്. അതുപോലെ എങ്ങനെ കേൾക്കണം, ഇപ്പം അറ്റ്ലീസ്റ്റ് ഇപ്പം മോൻ തലയാട്ടുണ്ട്, അതല്ല കേൾക്കേണ്ട മാർഗം, അത് സ്റ്റാൻഡേർഡ് അല്ല. ആഹാ, ഓ യെസ്, നൗ ഐ ഫോളോ, ഗുഡ്, ഐ അപ്രീഷിയേറ്റ്, യാ ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. അതിനാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. നമുക്കില്ല, നോർത്തുകാർക്ക് തീരെ ഇല്ല, നോർത്ത് മലബാറുകാർക്ക് തീരെ ഇല്ല. പക്ഷെ അതുള്ള കുറേ രാജ്യങ്ങളിലൊക്കെ ആണ് നമ്മുടെ ബോസെങ്കിൽ അതില്ലാത്തവരെ അവർക്ക് ഇഷ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് പ്രൊമോഷൻ കിട്ടുക, കോണ്ടാക്റ്റും കണക്ഷൻസും. അതാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയാനുള്ള കഴിവല്ല. ഇപ്പം മോൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഉടനെ തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു, ഞാൻ ഇഗ്നോർ ചെയ്യാറില്ലല്ലോ. ഏതെങ്കിലും മെസ്സേജ് വന്നിട്ട് ഞാൻ എത്ര പേർക്ക്, ഒരു 1000 പേർക്ക് ഞാൻ മെസ്സേജ് അയക്കണ്ടേ ഇങ്ങനെ, എന്നിട്ട് ഞാൻ അയക്കണ്ടേ. ഇപ്പോൾ 2 മിനിറ്റ് 1 മിനിറ്റ് വൈകാൻ കാരണം കൽക്കട്ടയിലുള്ളൊരു കോളാണ്. അത് ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ട് പറഞ്ഞു ഷാർപ്പ് 2 ഐ ഹാവ് ടു ഔട്ട്. കണ്ടിന്യൂസ് ആയിട്ട് കോൾ വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ റെസ്പോൺസീവ് ആവണം. റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് കൃത്യതയോടുകൂടി അതിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം. യെസ് ഐ എഗ്രി വിത്ത് യു, ഐ ഡോണ്ട് എഗ്രി വിത്ത് യു, ലെറ്റ് മീ നോ വൺസ് അഗെയിൻ, പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഐ അപ്രീഷിയേറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ യു, താങ്ക് യു സോ മച്ച്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് കേൾക്കേണ്ടതുണ്ട്. അതിന് ഞാൻ സാധാരണ എക്സാമ്പിളായിട്ട് കൊടുക്കാറുള്ളത് അമേരിക്കയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ. ഇപ്പോൾ കുറേ പാകിസ്ഥാനാണ്, പണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അമേരിക്ക പിന്നെ അങ്ങനെ അവരുടെ മുഖം കാണിക്കാനൊന്നും അവർക്ക് ഇഷ്ടമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പാകിസ്ഥാനാണ് കുറച്ചും കൂടി ബെറ്റർ. 20/10/14 2020 ഒക്ടോബർ 14 ഡോക്ടർ TPS നടിക്കുക. 20/10/14 ഡോക്ടർ TPS നടിച്ചാൽ കുറേ വിഷയങ്ങളെക്കുറിച്ച്, ലീഡർഷിപ്പ്, ബിയോണ്ട് സിലബസ്, പോയം അപ്രീസിയേഷൻ, പെർഫോമൻസ് ഓപ്പർച്യൂണിറ്റി സ്കിൽ, ലേൺ ബിയോണ്ട് ക്ലാസ് റൂം, അങ്ങനെ കുറേ എൻ്റെ ഡിസ്കഷൻസ് കേൾക്കാം. അപ്പോൾ ആ കുട്ടി എങ്ങനെ കേൾക്കുന്ന അറിയാം, മുഖം കാണില്ല കുട്ടിയുടെ. ആഹാ, അപ്പം നമ്മളൊരു കാര്യം, ഇന്നൊരു പോയട്രി ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരാൾ ആ കുട്ടി അങ്ങനെയല്ല ചോദിക്കുക, ഈസ് ഇറ്റ് അവൈലബിൾ, വേർ ഈസ് ഇറ്റ് അവൈലബിൾ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ വെബ്സൈറ്റിൽ ലെറ്റ് മീ ജസ്റ്റ് വെയിറ്റ്, ഞാൻ കുറേ എഡിറ്റ് ചെയ്തിട്ടായിട്ടിരിക്കണം, കാരണം ആ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുന്നൊക്കെ ഇടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് ഐ ഓപ്പൺഡ് ഇറ്റ്, ഇറ്റ്സ് എ വണ്ടർഫുൾ പോയം, ദ ടൈറ്റിൽ ടെസ്റ്റ് ബി ബ്യൂട്ടിഫുൾ. നമുക്കിങ്ങനെ പറയാൻ തോന്നും. മനസ്സിലായോ? നമ്മളങ്ങനെയല്ല. ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, എൻ്റെ അടുത്ത ചോദ്യം കേട്ടാ, ബിടെക്കിന് ഞാൻ എവിടെയാ ചേരേണ്ടത്? മനസ്സിലാവുണ്ടോ പറയണത്? ആ കഴിവിനെയാണ്
കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സംസാരിക്കാനുള്ള കഴിവല്ല, കേൾക്കാനും റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവാണ്, വായിക്കാനും റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവാണ്. ഞാൻ വായിക്കുന്ന പുസ്തകവുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വായിക്കുന്ന പുസ്തകത്തിലുള്ളത് എൻ്റെ മനസ്സിൽ പതിയുമ്പോൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അത് എഴുതിയ ആളും ഞാനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കവിത എഴുതിയ ആളെ ഒട്ടനെ എനിക്ക് കോണ്ടാക്ട് ചെയ്യണം എന്ന്. മനസ്സിലായി? ഇപ്പോൾ സ്വാമി വിവേകാനന്ദ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞത് ഉപനിഷത്തിൽ ഇന്ന മന്ത്രം, ആ ഉപനിഷത്ത് മന്ത്രം എനിക്ക് വായിക്കണം എന്ന്. അതാണ് കമ്മ്യൂണിക്കേഷൻ, അതാണ് റെസ്പോണ്ട്. അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം, അതാണ് വേണ്ടത്. ആ കഴിവ് നമുക്ക് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ നല്ലപോലെ എക്സ്പാൻഡ് ചെയ്യും, നമ്മുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യും. അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതല്ലാതെ അതങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ച് അങ്ങനെ പ്രസൻറ്റ് ചെയ്യലല്ല. ഇപ്പം സ്വാമി വിവേകാനന്ദ 150ാമത്തെ പിറന്നാളിൻ്റെ ഓൾ കേരള നടത്തിയിട്ടുള്ള പ്രസംഗ മത്സരത്തിന് സമ്മാനം കിട്ടിയ ആൾ തൃശ്ശൂർ വെച്ച് സമ്മാനം കൊടുക്കാൻ എന്നെ വിളിച്ചു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചത് സ്വാമി വിവേകാനന്ദ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന്. അതൊന്നും വായിച്ചിട്ടില്ല. ഇതാരോ എഴുതി കൊടുത്തു, അതങ്ങനെ തന്നെ ബ്ലാ 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 പറഞ്ഞു. അതിനകത്ത് തിരിച്ചു മറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ കിട്ടില്ല. അതല്ല പ്രസംഗിക്കാനുള്ള കഴിവല്ല കമ്മ്യൂണിക്കേഷൻ, അത് വേറെയാണ്, അത് എലോക്യൂഷനാണ്. കുറേ സംസാരിക്കാനുള്ള കഴിവല്ല കമ്മ്യൂണിക്കേഷൻ, അത് കോൺവെർസേഷനാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓതറും ഒരു ചിത്രം തന്നാൽ അതൊക്കെ ഞങ്ങൾ ടെസ്റ്റിൽ നടത്തും. ഒരു ചിത്രം തന്നിട്ട് അതിൻ്റെ ഒരു ക്യാപ്ഷൻ തരാൻ പറയും. ഇപ്പം എനിക്ക് കുറേ പേര് ചിത്രം അയച്ചു തരും. അവർ വരക്കുന്ന ചിത്രം അയച്ചു തന്നിട്ട് ഈ ചിത്രത്തിനൊരു ക്യാപ്ഷൻ തരുമോ എന്ന് ചോദിക്കും. ആ ക്യാപ്ഷൻ അവരുദ്ദേശിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുമ്പോഴാണ് അയ്യോ ഞാനിത് ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. മനസ്സിലാവുണ്ടോ? അത് വ്യത്യസ്തമായിട്ടുള്ള ചിത്രകാരന്മാർ അയക്കുന്ന ചില ക്യാപ്ഷൻസൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അയക്കുന്ന കുറേ പേരുണ്ട്. അതിനകത്ത് ഇങ്ങനെ അയച്ചു തരും, ക്യാപ്ഷൻ പ്ലീസ്, അതിന് താഴത്ത് എഴുതിയിട്ടുണ്ട് ക്യാപ്ഷൻ പ്ലീസ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അത് കുറേ അയച്ചിട്ട് തരും, ക്യാപ്ഷൻ പ്ലീസ്, ഇങ്ങനെ കുറേ തരും. അപ്പം നമ്മളത് അതിനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാനല്ല, ഇത് ഹൗ ഡു വി അപ്രീഷിയേറ്റ്. ആ പിക്ചർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താലേ എനിക്ക് ക്യാപ്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പം ഞാൻ അതിന് അയച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഡോണ്ട് ക്രൈ, ഹോൾഡ്. മനസ്സിലായോ? അപ്പോൾ അത് ആ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കി ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കുറേ ഉണ്ടാവും. അണ്ടർസ്റ്റുഡ്? ഇത് കമ്മ്യൂണിക്കേഷനാണ്. ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ സംസാരിക്കലല്ല. ഈ കഴിവുകളൊക്കെ വേണം. ഇതിനെയാണ് ക്രിയേറ്റിവിറ്റി. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുക. അത് വാക്കുകളിലാക്കാൻ ഇംഗ്ലീഷ് വേണം. അത് ഇംഗ്ലീഷ് വേണമെന്നില്ല, മലയാളത്തിലായാലും. മനസ്സിലായോ? ഇന്ന് ഞാൻ ഞാൻ എന്തോ രാവിലെ ചില തോന്നലുകൾ ഉണ്ടാകുമ്പം ഇന്ന് ഞാൻ എനിക്കൊന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളത്, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് രാവിലെ ഇട്ടിരിക്കുന്നത്. എനിക്ക് കുറേ പ്രൊഫൈൽ ഉണ്ടായിരുന്നു. ഒരു പ്രൊഫൈലിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഇന്ന്, എവരി പ്രോബ്ലം ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ TPS. എന്താ TPS? ഡോക്ടർ TPS അല്ല, ഡോക്ടർ TPS അല്ല. ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ടാക്ടിക്സ്, ടെക്നോളജി, ടീം വർക്ക്, ട്രെയിനിങ്, ടൂൾസ്, ടെസ്റ്റിംഗ്, പ്ലാനിങ്. ടീ കഴിഞ്ഞു, ഇനി P ആണ്. പ്ലാനിങ്, പെർസിസ്റ്റൻസ്, പ്രയോറിറ്റൈസേഷൻ, സിസ്റ്റമാറ്റിക് തിങ്കിങ്, സപ്പോർട്ട്, സ്ട്രാറ്റജി ആൻഡ് സൊല്യൂഷൻസ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏത് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. മനസ്സിലായോ? ഇത് ആ വാക്കുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാകുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും. അത് ഞാൻ എന്നെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചില കവിതകൾ എഴുതുമോ, ഇങ്ങനെ കൊട്ടേഷൻസ് എഴുതുമോ, എല്ലാ ദിവസവും കുറേ കൊട്ടേഷൻസ് എഴുതാനിക്ക്. അത് നല്ല ലാംഗ്വേജിൽ എഴുതി
അത് 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 ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാകുമ്പോഴേ, ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത് ആരെങ്കിലുമൊക്കെ നോക്കി, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വരയ്ക്കാനുള്ള കഴിവ്, ആരും ഞാൻ വരച്ചത് കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ വരച്ചിട്ട് എന്താ കാര്യം? ആ ഒരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും. യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പം നല്ലപോലെ പഠിക്കുക, അതൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ അറിയാം എന്ന്. അങ്ങനെ അറിയാത്ത ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഡിസ്കഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്കിഷ്ടമാണ് അഭിരാമൻ അങ്ങനെ ആവണം. അഭിരമിക്കുക, എല്ലാ വിഷയങ്ങളിലും അഭിരമിക്കാനുള്ള കഴിവുണ്ടാവട്ടെ. ഓക്കെ, വരക്കാൻ നല്ല കഴിവുണ്ടെങ്കിൽ സിവിലും മെക്കാനിക്കലൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇലക്ട്രിക്കലൊക്കെയാണ് കുറച്ചും കൂടി ടെക്നിക്കൽ സ്കില്ലിലേക്ക് പോകണമെങ്കിൽ താല്പര്യം. ഇലക്ട്രോണിക്സ് ഈസ് വെരി കോമൺ. ആൻഡ് കമ്പ്യൂട്ടർ, കുറച്ചും കൂടി കമ്പ്യൂട്ടർ അഫിലിയേഷൻ ഉള്ളത് ഇലക്ട്രോണിക്സിനാണ്. കാരണം അതിനകത്ത് ഇൻ്റർനെറ്റും കമ്മ്യൂണിക്കേഷനും ഒക്കെ വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട, ടീച്ചർമാർക്ക് വലിയ പേരുള്ള ടീച്ചർമാരാണെന്നൊന്നും ധരിക്കണ്ട. അല്ല, ഏതാണോ അവനവന് സൗകര്യം, ഏതാണോ അവനവൻ കൺസിഡർ ചെയ്ത്. ഞാൻ ഒരാളോടും ഇന്നെടുത്ത് പോകണമെന്ന് ഞാൻ പറയാറില്ല. നിങ്ങളുടെ സൗകര്യം അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയാം. അതെ, പിന്നെ മിക്ക ദിവസവും കോളേജ് ഉണ്ടാവില്ലല്ലോ, എന്തെങ്കിലും ദുരന്തം ഉണ്ടാവും, ഇഷ്ടംപോലെ ലീവ് ഉണ്ടാവും. ഒരു കൊല്ലത്തിൽ 365 ദിവസത്തിൽ 200 ദിവസം തന്നെ കട്ടിയാണ്. എക്സാമിനേഷൻ ദിവസം കുറച്ച് സമയം പോകണ്ടു. ഇതൊക്കെ ആകുമ്പം കുറേ സമയം കിട്ടും, എക്സ്ട്രാ പഠിക്കാൻ സമയം കിട്ടുന്നതൊക്കെ വീട്ടിലാണ്. പിന്നെ അച്ഛനമ്മേനൊക്കെ സഹായിക്കാമല്ലോ. അല്ല, ഇപ്പോഴൊക്കെയല്ലേ പറ്റുള്ളൂ. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ഇപ്പോഴല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയം ഉണ്ടാവുക നല്ലത്. അനിയത്തിയെ സഹായിക്കാം. അനിയത്തിയല്ലേ? അനിയത്തിയെ നല്ലപോലെ പഠിപ്പിക്കാം. മോൻ എവിടെയൊക്കെ പോരായ്മകൾ ഉണ്ടായോ അത് പാച്ച് ചെയ്തിട്ട് അനിയത്തിയെ മോനെക്കാളും മുകളിലെത്തിക്കുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഉണ്ടാക്കിയെടുക്കണം. ഏത് സ്കൂളിലാണ് അനിയത്തി പഠിക്കണേ? ഞാനിവിടെ വെള്ളോറ, കരിവള്ളൂര്, വെള്ളൂര് ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പയ്യന്നൂര് പിന്നെ എല്ലാ സ്കൂൾസിലും മിക്കവാറും പോയി. ഒക്കെ മാറും, കുറച്ച് കഴിയുമ്പോൾ എല്ലാം മാറും. 12ാം ക്ലാസ് കഴിയുമ്പോൾ മോന് 9ാം ക്ലാസ് 10ാം ക്ലാസ്സുള്ളതല്ലല്ലോ ഇപ്പം. അത് മാറിക്കൊണ്ടേയിരിക്കും, എല്ലാവരും മാറും. നല്ലതാണ് സംസ്കൃതം ഡോക്ടർ TPS നടിക്കാൻ പറ. തൃശ്ശൂര് അച്ഛനും അമ്മയും മെഡിക്കൽ ഡോക്ടേഴ്സ്, MBBSും MS സർജനും ഒക്കെയാണ്. ഞാനെപ്പോഴും ഭാരതീയ വിദ്യാഭവൻ തൃശ്ശൂർ സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുത്ത സമയത്ത് സംസ്കൃത ശ്ലോകമൊക്കെ ചൊല്ലിയിട്ട് കുറച്ച് ആയുർവേദത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടിക്കൊരു മോഹൻ, ഞാൻ ആയുർവേദ ഡോക്ടറാവണം. അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടും കൂടി മെഡിക്കൽ MBBSന് പോയില്ല, ആയുർവേദത്തിന് തന്നെയാണ് പോയത്. എന്നിട്ട് ആരാ നയിച്ചത് ചോദിച്ചപ്പോൾ ഞാൻ ഡോക്ടർ TPS ആണ്. എൻ്റെ എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ട് മോൻ. കമൻറ്റ് ചെയ്യണം, എല്ലാത്തിനും കമൻറ്റ് എഴുതുമ്പോൾ ഗുഡ് എന്നല്ല, എന്താണ് ഇതിനകത്ത് കേട്ട് പഠിച്ചതെന്നുള്ളത്. അത് ഇംഗ്ലീഷ് കേട്ടിട്ട്, ഇംഗ്ലീഷിൻ്റെ എൻ്റെ ടോക്കുകൾ കേട്ടിട്ട് അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ ജിസ്റ്റ് എനിക്ക് മനസ്സിലായെന്ന് എഴുതാൻ പറ്റിയാൽ പ്രസി റൈറ്റിംഗ് കഴിഞ്ഞു, കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പഠിച്ചു. അങ്ങനെയാണ് ടെസ്റ്റ്. പിന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറൊക്കെ വായിക്കാൻ ശ്രമിക്കുക. ജേർണൽസും പേപ്പേഴ്സൊക്കെ കിട്ടും, ചിലപ്പോൾ അതൊക്കെ വായിക്കുക. ലൈബ്രറിയിൽ നിന്ന് റെഫറൻസ് ബുക്സ് എടുത്ത് വായിക്കുക. നമുക്ക് ഇപ്പോഴേ പറ്റുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാം വേണം, സ്പോർട്സ് വേണം, ആർട്ട് വേണം, ക്രാഫ്റ്റ് വേണം, സിനിമ വേണം, എല്ലാത്തിലും താല്പര്യം ഉണ്ടാവും. പക്ഷെ ഡോണ്ട് ഗോ വിത്ത് എ ബാഡ് കമ്പനി ഹു വിൽ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം. നല്ല ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റിയാൽ ബ്യൂട്ടിഫുൾ. അതിപ്പോൾ എല്ലാ കോളേജിലും, മിക്കവാറും നാട്ടിലുള്ള മലബാറിലുള്ള എല്ലാ കോളേജും അങ്ങനെയാണ്. ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴും നല്ലൊരു ടീം ഉണ്ടാക്കണം. അവിടെ നിന്ന് തന്നെ റിട്ടയർ ആയിട്ടുള്ള ചില മാഷന്മാരും പ്രിൻസിപ്പളൊക്കെ കൂടി ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇൻവോൾവ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. അത് വലിയ താല്പര്യമൊന്നുമില്ല, അതൊക്കെ വളരെ കുറവാണ്. ഞാനിപ്പം പല കോളേജുകളിലും പോയിട്ട്, ഇപ്പം ഞാൻ പഠിപ്പിച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് എന്താവണം എന്ന് ലാസ്റ്റ് ഇയറിലെ കുട്ടികളോട്
എനിക്ക് അങ്ങനെ ഒന്നും ആവണ്ട, നിങ്ങൾ എന്തിനപ്പം ഞങ്ങളെ ആക്കാൻ നോക്കണമെന്ന്. കാസർഗോഡ് വന്നിട്ട് MBA കുട്ടികളെ 10 പേര് ഹൈദരാബാദിൽ ജോലിക്ക് സെലക്ട് ചെയ്തിട്ട് അവർക്ക് വരണ്ട, വീട്ടിനടുത്ത് വല്ല ജോലിയും കിട്ടുകയാണെങ്കിൽ. അങ്ങനെയൊക്കെയാണ്. അപ്പം അതൊന്നും നോക്കണ്ട, പഠിക്കാൻ തയ്യാറുള്ളവനെ എവിടെയും പഠിക്കാം. പക്ഷെ 1-2 നല്ല പിള്ളേരൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു. അപ്പം എൻ്റെയൊക്കെ മകൻ ബിടെക് പഠിക്കുന്ന സമയത്ത് ഒരു 4-5 പിള്ളേർ കമ്പനിയായിരുന്നു. അവരെല്ലാവരും നല്ല നിലയിലെത്തിയിട്ടുണ്ട്. നല്ല ജോലികൾ, നല്ല പ്രോജക്റ്റുകൾ, കൂടെ ഇരുന്ന് പഠിക്കും. ഹോളിഡേയ്സിലൊക്കെ വീട്ടിലിരുന്ന് പഠിക്കും. ഞാനൊക്കെ BSc പഠിക്കുമ്പോൾ എൻ്റെ എല്ലാ കുട്ടികളും കൂടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. പ്രീ ഡിഗ്രി കുറച്ച് മോശമായിരുന്നു, പക്ഷേ അന്ന് +2 പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ +2. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പഠിക്കണം തീരുമാനിച്ചപ്പോൾ വി ഹാവ് ഡൺ ഇറ്റ് റിയലി വെൽ. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അവിടെ എനിക്ക് നമ്മളിപ്പം ഇങ്ങനെ പഠിച്ച് നമ്മളായിട്ട് ഇങ്ങനെ മിങ്കിളായി നമ്മൾ ടീം ഉണ്ട്, കുറച്ച് 2-3 ആൾ. അല്ല, കമ്പ്യൂട്ടർ സയൻസ് മോശമൊന്നുമല്ല. ഞാൻ പറയുന്നത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ പോകുന്നുള്ളൂ. ഇപ്പം എൻ്റെ ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് ആരാന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാണ്. പക്ഷെ അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് എബ്രോഡിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി പോകാൻ പറ്റി. പക്ഷേ ഇപ്പോഴൊക്കെ എന്താ സ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 മണിക്കൂർ 20 മണിക്കൂർ പണി വരും. വലിയ പൊസിഷനിലെത്തുമ്പോൾ കംപ്ലീറ്റ് സിസ്റ്റം ഇയാളൊന്ന് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺ ആവുന്ന സംഭവം വരും. എന്തെങ്കിലും ഒരു ക്രാക്ക് വന്നാൽ അത് അപ്പോൾ അറ്റൻഡ് ചെയ്യണം. ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ അത് സോൾവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വേറെ രക്ഷയില്ലല്ലോ. ഈ മെക്കാനിക്കലും ഇലക്ട്രിക്കലൊക്കെ ആണെങ്കിൽ ഫിറ്റർക്ക് വന്നിട്ട് അത് മാറ്റി സ്പെയർ പാർട്ട് വേറെ ഒന്ന് ഫിറ്റ് ചെയ്താൽ മതി. പ്രോഗ്രാമിങ്ങിൽ അങ്ങനെ ഒരു ഫിറ്റ് ആൻഡ് ഫിക്സ് പറ്റില്ലല്ലോ. കംപ്ലീറ്റ് ഒറ്റ പ്രോഗ്രാമല്ലേ റൺ ചെയ്യണം. അത് വലിയ സോഴ്സ് കോഡ് ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് നോക്കിയിട്ട് എവിടെയാണ് തെറ്റെന്ന് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യണമെങ്കിലൊക്കെ വലിയ തലവേദന പിടിച്ചു പോകും. അപ്പോൾ അടുത്ത കാലത്ത് ക്ലൗഡ് ഹോൾ സ്റ്റക്കായിരുന്നു. അതിന് കാരണം അടുത്ത അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റിങ്ങിൽ പറ്റിയ പാകപ്പഴയാണ്. ഒരാളല്ലല്ലോ സഹിക്കുക, ഹോൾ വേൾഡ് വിൽ സഫർ. അത് മെഡിക്കൽ ഫീൽഡിലൊക്കെ ഒരാളുടെ നീ സർജറി ഫിക്സ് ചെയ്തു. ആ നീ സർജറിക്കുള്ളൊരു സാധനം ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഓർഡർ കൊടുക്കുന്നത് നാട്ടിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റ് അവിടെ പോയി, അവിടുന്ന് ഫാക്ടറി പോയി അതുണ്ടാക്കി അയച്ച് ഇങ്ങോട്ട് എത്തിയിട്ട് വേണം സർജറി നടത്താൻ. അങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള എത്രയോ ആൾക്കാരുടെ ജീവനാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കയ്യിൽ പിരിക്കണേ. എല്ലാ ബാങ്കിൻ്റെയും സോഫ്റ്റ്വെയർ ഒരു 5 മിനിറ്റ് വർക്ക് ചെയ്യേണ്ടിരുന്ന തീർന്നില്ലേ? ഈ റെയിൽവേ സിസ്റ്റത്തിൽ 1 മിനിറ്റ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ട് 1 സെക്കൻഡ് അത് റിയാക്ട് ചെയ്യുന്നതിന് നമുക്ക് ദേഷ്യം പിടിക്കില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ സോഫ്റ്റ്വെയർ എനിക്ക് ലീഗലായിട്ടുള്ള സോഫ്റ്റ്വെയർ ഒന്നുമില്ല. ഞാൻ സാധാരണ മൈക്രോസോഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്ക്രീനുള്ളത് ഗ്രാബ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ള ക്യാമറയും സൗണ്ടും സെപ്പറേറ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എന്നിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. മനസ്സിലായി? അപ്പം ഇതൊക്കെ എല്ലാം വർക്ക് ചെയ്യണ്ടേ? ഏതെങ്കിലും ഒന്ന് സ്റ്റക്കായാൽ ഐ വിൽ ഹാവ് ടു സേ ഫോർ ഗോ ടാറ്റ ബൈ ബൈ. സോ ഇറ്റ്സ് നോട്ട് എ സ്മോൾ ടാസ്ക്. അപ്പോൾ എന്തും ചെയ്യുമ്പം നമ്മൾ വളരെ ഷാർപ്പാവണം, സ്മാർട്ടാവണം, അപ്ഡേറ്റഡ് ആവണം, കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം, മെനക്കെടാൻ തയ്യാറാവണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് എൻജോയ് ചെയ്ത് ചെയ്താൽ യു വിൽ എൻജോയ്. ഇന്നലെ ഞാൻ ഞങ്ങളുടെ ഒരു BCA MCA പഠിക്കുന്ന കുട്ടി മടുത്തു, എനിക്ക് കമ്പ്യൂട്ടർ എന്താ ചെയ്യാൻ, പെട്ടും പോയി ഇതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ വേറെ ജോലി കിട്ടൂലല്ലോ. വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു ഏട്ടനെ വിളിച്ചിട്ടുണ്ടായി. എല്ലാരും പറഞ്ഞിട്ട് എടുത്തു. എനിക്കിതിപ്പം പ്രോഗ്രാമിംഗ് ഒന്നും ചിലതൊന്നും ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല. അല്ല, ഇപ്പം ജോലി കിട്ടിയിട്ടാ പറയണത്, ഇപ്പം പഠിക്കുന്ന ആളല്ല പറയണത്. പഠിക്കുമ്പോൾ ശരി എങ്ങനെയെങ്കിലും പാസ്സാവും. MCA BCA പഠിക്കാനൊന്നും കമ്പ്യൂട്ടർ കാണേണ്ട കാര്യമില്ല. ബിടെക് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഒന്നും കാണാണ്ടും പാസ്സാവുന്ന കോളേജുകളുണ്ട്. പക്ഷെ അത് പാസ്സാവാനല്ല പ്രശ്നം, അത് കഴിഞ്ഞൊരു ജോലി കിട്ടിയിട്ട് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? 3 മാസം 6 മാസം കഴിയുമ്പോൾ പുറത്താക്കൂലേ? ചിലപ്പോൾ പുറത്താക്കാണ്ടും രക്ഷപ്പെട്ടു പോകും. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും എന്തിനും സഹായിച്ചിട്ടൊക്കെ. പക്ഷെ എത്ര കാലം അങ്ങനെ ബാക്കിയുള്ളവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എൻ്റെ അച്ഛൻ്റെ പണിയെടുക്കുന്ന ഒരു ആളെ മോൻ മറ്റേ ഇതുണ്ട് ടാറ്റ എലക്സില അതിൽ കിട്ടി. ഇപ്പം 6-8 മാസം കഴിഞ്ഞാൽ പിച്ചു കിട്ടും. അങ്ങനെ ചെയ്യാം, പലരും പോവും. ജോലി കിട്ടാൻ എളുപ്പമാണ്. മിക്കവാറും ആൾക്കാരെ കേരളത്തിൽ നിന്ന് എടുക്കുന്ന മിക്കവാറും ആൾക്കാരെ 3 മാസം 6 മാസം കഴിയുമ്പോൾ പുറത്താക്കും.
കാരണം ഈ പഠിപ്പിക്കുന്ന മാഷന്മാർക്കൊന്നും പ്രാക്ടിക്കൽ സ്കില്ലില്ലല്ലോ. അതുണ്ടായാലല്ലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അത് എവിടെയെങ്കിലും നോക്കിയിട്ട് അതുപോലെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതൊന്നും കാര്യം. കമ്പ്യൂട്ടർ സയൻസ് ആദ്യം എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഞാൻ മറ്റേ ഗൂഗിളിലെ ഫസ്റ്റ് നോക്കിയാലും കുറെ ഇത് റെസ്ട്രിക്ഷൻ ഇത് വരുന്നു കണ്ടു. വേറൊരു ഫീൽഡിലേക്ക് മാറാൻ താല്പര്യം പെട്ടെന്ന് വന്നാൽ മാറാൻ പറ്റില്ല. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ കുറച്ചും കൂടി ഉണ്ട്, ഇലക്ട്രിക്കൽ ആണെങ്കിലും കുറച്ചും കൂടി ഉണ്ട്. മെക്കാനിക്കൽ ആകുമ്പോൾ അത് ഒന്നും കിട്ടില്ല. കമ്പ്യൂട്ടറിൽ എപ്പോൾ വേണമെങ്കിൽ വരാം, ആർക്കും പഠിച്ചെടുക്കാനും പറ്റും. ഇപ്പം ഞാൻ BSc ഫിസിക്സും മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിച്ച് സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും ഒക്കെ പഠിച്ച് കഴിഞ്ഞ് ജോലി വരുമ്പോൾ കമ്പ്യൂട്ടർ വന്ന് പെട്ടപ്പെടാന്ന് പഠിച്ചു. ഇന്ന് അതൊന്നുമല്ല, കമ്പ്യൂട്ടർ കുറേ ഉണ്ട്, പക്ഷെ എന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ പൈത്തനൊക്കെ പഠിക്കണം എന്ന് വിചാരിച്ചാൽ ചടപടയുന്നു. അങ്ങനെ എല്ലാ പ്രോഗ്രാമിംഗ് സ്കിൽ ടെസ്റ്റുകളുണ്ട്, സ്കിൽ സെറ്റുകളുണ്ട് ഇഷ്ടം പോലെ. അതൊക്കെ പഠിച്ചു വെക്കുക. ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ലിസ്റ്റ് അറിയോ അതിലൊക്കെ ഓരോ സർട്ടിഫിക്കറ്റ് എങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും ഏതൊരാക്കും. പിന്നെ പറ്റുന്നവരൊക്കെ സഹായിക്കുക, പഠിക്കാനും ഒക്കെ സഹായിക്കുക. ആ ഓരോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും അത്രയും എക്സ്പീരിയൻസ് ആണെന്ന് മനസ്സിലാക്കണം. ഒരേ റൂട്ടിൽ ഓടിക്കുമ്പോൾ എക്സ്പീരിയൻസ് ആവില്ലല്ലോ. പല റൂട്ടിലും വണ്ടി ഓടിക്കുമ്പോഴല്ലേ ഏത് റൂട്ടിലും ഞാൻ ഓടിക്കാൻ അറിയുന്നറിയാം. അതുപോലെ ഏത് വിഷയവും എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്താൽ യു ബിക്കം എ മാസ്റ്റർ. അതൊക്കെയാണ് എൻ്റെ ധൈര്യം. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആരോ വന്നാൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കും, മെക്കാനിക്കൽ വന്നാൽ മെക്കാനിക്കൽ പഠിപ്പിക്കും, ഇലക്ട്രോണിക്സ് ആരോ അത് പഠിപ്പിക്കും, ഇലക്ട്രിക്കൽ പഠിപ്പിക്കും. അങ്ങനെ ഒരു ശിക്ഷ ഹോളിഡേ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നുണ്ട്. ശിക്ഷ ഹോളിഡേ പ്രോഗ്രാം. അതിൻ്റെ വീട്ടിൽ കുറേ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഹോളിഡേയിലൊക്കെ വന്നിരിക്കും. എന്നിട്ട് ഏതൊക്കെ വിഷയങ്ങളാണോ അവർക്ക് പഠിക്കേണ്ടത് അതൊക്കെ ഞാൻ പഠിപ്പിക്കും. അങ്ങനെയാണ് പഠിച്ചു. അതുകൊണ്ട് ഒരുവിധ എല്ലാ വിഷയവും എഞ്ചിനീയറിംഗിൽ അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയത്. ശിക്ഷ ഹോളിഡേ പ്രോഗ്രാം ഡോക്ടർ TPS നടിച്ചാൽ കാണാം. ഹൈദരാബാദിൽ എൻ്റെ വീട്ടിൽ കുറേ BTech സ്റ്റുഡൻസും MBAയും BS MS MBBSും ഒക്കെ വരുമായിരുന്നു. ശിക്ഷ ഹോളിഡേ പ്രോഗ്രാം 1074 പ്രോഗ്രാംസ് ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ പലതും പഠിച്ച് പല സ്ഥലത്ത് എത്തിയപ്പോഴാണ് പിന്നെ നിർത്തിയത്. ഓക്കെ, അപ്പം നല്ലോണം പഠിക്കാം. ഞാൻ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കാരണം ഇഷ്ടംപോലെ കോളുകളും ക്ലാസ്സുകളൊക്കെയാണ്. ആ സമയത്ത് എനിക്ക് നമ്മളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ. പിന്നെ അന്ന് യാത്ര ചെയ്യുന്നത് കുറവാണ്. ഹൈദരാബാദിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഹോളിഡേയ്സിൽ മാത്രം ചെയ്യുന്നതാണ് ഹോളിഡേ പ്രോഗ്രാം. പിന്നെ കുറച്ച് കാലം നാട്ടിൽ വന്നിട്ട് എൻ്റെ ഒരു പഴയ വീട്ടുണ്ട്. ആ വീട്ടിലാണ് ജ്ഞാനം എന്ന് പറയുന്ന പ്രോഗ്രാം നടുവിൽ. ഇപ്പം എൻ്റെ അടുത്ത ബന്ധുക്കളും എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ മടിയാണ് നാട്ടിൽ വരാൻ. പിന്നെ കുറേ അന്നൊന്നും എയർപോർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുകിൽ ട്രെയിനിന് പോവും, അല്ലെങ്കിൽ കാലിക്കറ്റ് വരും, കൊച്ചി പോവും, അല്ലെങ്കിൽ മംഗലാപുരത്ത് വരും. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് വന്നപ്പോഴത്തേക്കും ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് കണ്ണൂരേക്ക് പോകാനാണ്. ഞാനിവിടുന്ന് ശ്രീലങ്കയ്ക്ക് പോകുന്നതിനേക്കാളും കോസ്റ്റ്ലിയാണ് കണ്ണൂരേക്ക് പോകാൻ. പിന്നെ അങ്ങനെയൊക്കെ ഒരു ആവശ്യം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ ക്ലാസ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഇതൊക്കെ പാരലലി എടുക്കുക. പിന്നെ അത് ഗൾഫിൽ കുറേ യാത്ര ഉണ്ടായിരുന്നുകൊണ്ട് ഗൾഫിലെ കുറേ കുട്ടികൾ വരുമായിരുന്നു. വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിപ്പം ഈ ഒരു മാസം വരുന്നുണ്ട്, എന്നെ വിളിച്ച എല്ലാ കുട്ടികളും വന്നാലിപ്പം അഭിരാം എന്തായാലും വരുമല്ലോ. അപ്പം അങ്ങനെ കുറേ പിള്ളേർ വരും ഞാൻ വിളിച്ചാൽ. പക്ഷെ അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വന്നിട്ടില്ല, അങ്ങനെ ഒരു ആഗ്രഹം ആരും പ്രകടിപ്പിക്കാത്തതുകൊണ്ട് ഞാൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എഞ്ചിനീയറിംഗ് എങ്ങനെ പഠിക്കണം, ഫസ്റ്റ് ഇയർ പോകുന്ന സമയത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നിട്ട് ചെറിയൊരു നോട്ട് ഇട്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഒരു 100-100 പിള്ളേർ വരും. ആ കേരളത്തിൻ്റെ അങ്ങേ മുതൽ ഇങ്ങേ അറ്റം വരെ ഇഷ്ടംപോലെ ആൾക്കാർ വരും. പക്ഷെ ആ ഒരു അതൊക്കെ അറേഞ്ച് ചെയ്യാനും ഇതിനൊക്കെ പഠിപ്പിക്കാനല്ല ബുദ്ധിമുട്ട്. ഇവരുടെ ഭക്ഷണം, അവരുടെ താമസം, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് എൻ്റെ വീട്ടിൽ. 19 പേർക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. വലിയ 5 സ്റ്റാർ അല്ല, സാധാരണ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, അതൊക്കെ സ്വന്തം ഉണ്ടാക്കിയതാണ്. 360 ഡിഗ്രി ക്യാമറയൊക്കെ വെച്ചിട്ട് കറങ്ങുന്നു. അതൊക്കെ ഉണ്ട്. നോക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പൊ പറയാം അച്ഛനോടും അമ്മയോടും.